ഇതൊരു ചൂയിങ്ക കഴിച്ചിട്ടില്ലേ? അയ്യേ അയ്യേ, ഞാൻ മറന്നുപോയി. നീ അടി കിട്ടാനും വഴക്കേക്കാനും മാത്രം ജനിച്ചതാണ്. അല്ലെങ്കിൽ ആപ്സിന് മാർക്ക് ചെയ്യാം. എന്താണ് ഇവിടെ? ഇവിടെ എന്താടാ ഈ ബഹളം? ഇത് കേട്ടിട്ട് ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാമെന്ന പോലെ ഉണ്ടല്ലോ. നീ എന്ത് പച്ചക്കറിയാണ് അവിടെ വെക്കുന്നത്? സോർ, ഞാൻ താങ്കൾക്ക് വേണ്ടി പാവയ്ക്കാണ് വിൽക്കുന്നത്. സൈലൻസ് ആയിരിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യും മഷി കൊണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് തരും. കളിക്കാൻ പോയിട്ട് TV കാണാനുള്ള സമയം പോലും കിട്ടില്ല. ഇപ്പോഴാണല്ലോ കാര്യം മനസ്സിലായത്. ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ ആഴ്ചത്തെ അസൈൻമെന്റ് ആണ് ഫാമിലി ട്രീ. നാളെ വരുമ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും മഷി കൊണ്ട്. അതാണ്. ഡിംബി, ഈ ഫാമിലി ട്രീയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫാമിലി ട്രീയിൽ നീ നിന്റെ ഫാമിലിയെ കുറിച്ചാണ് പറയേണ്ടത്. അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, മനസ്സിലായോ? ഓ, എനിക്ക് അമ്മയും അച്ഛനും ഇല്ലല്ലോ. പക്ഷെ അവരെ പോലെ അങ്കിളും ആന്റി ഉണ്ടല്ലോ. പക്ഷെ സൂര്യ അങ്കിളിനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും? നമ്മൾ ഭൂതങ്ങളാണ്, ഭൂതങ്ങൾ. നമ്മൾക്കും ഒരു അഭിമാനമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരെ സ്കൂളിൽ അയക്കണ്ട എന്ന്. കണ്ടില്ലേ പ്രോബ്ലം തുടങ്ങിയത്? അങ്കിൾ, ഇതിൽ എന്താണ് പ്രോബ്ലം? പ്രോബ്ലം അല്ലേ ഉള്ളൂ. ഇന്ന് ഞങ്ങളെ ട്രീ ആക്കുന്നു, നാളെ ഞങ്ങളെ എലിയാക്കില്ലെന്ന് ആര് കണ്ടു? അയ്യോ അങ്കിൾ, ഞാൻ നിങ്ങളെ ട്രീ ഒന്നും ആക്കുന്നില്ല. പക്ഷെ താങ്കളെ കുറിച്ച് പറയുന്ന ട്രീ ആണ്. അതിനുവേണ്ടി താങ്കളുടെ പെർമിഷന് ഫോട്ടോയും മാത്രം മതി. കണ്ടോ 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 കണ്ടോ, അവൻ തർക്കുത്തരം പറഞ്ഞു പഠിക്കുന്ന കണ്ട. നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് ഒരേ ഒരു വാക്കേ ഓർമ്മ വരുന്നുള്ളൂ. അതെന്താണത്? ഞാൻ പറയാം. ബുദ്ധു അല്ല, അഹങ്കാരി. നീയാണ് ബുദ്ധു. ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം എങ്ങനെ വരാതിരിക്കും? പിന്നാക്കി ആളാകെ മാറിപ്പോയി. എങ്ങനെയാണെന്ന് വെച്ചാ കാട്ടുജാതി അല്ല, ഇൻഡിസിപ്ലിൻ. കാട്ടുജാതി നീയാണ്. ഐഡിയ. എന്ത് ഐഡിയ? ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാനുള്ള ഐഡിയ. അങ്ങനെ അസൈൻമെന്റ് പൂർത്തിയാക്കാനുള്ള ഐഡിയ. നീയും നിന്റെ അപകടം പിടിച്ച ഐഡിയകളും എനിക്ക് കേൾക്കണ്ട. മീശ പിരിച്ചിട്ട് ഞാൻ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ഓവർ ആൻഡ് ഔട്ട്. എനിക്ക് തോന്നുന്നില്ല നിന്റെ ഫാമിലി ട്രീക്ക് എന്റെ ആവശ്യമുണ്ടെന്ന്. ഞാൻ കിച്ചണിൽ പോകുന്നു. ഇന്ന് ഞാൻ ചുവന്ന മുളക് കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കൂടി അത് കഴിക്കാം. കൊള്ളാം കൊള്ളാം. പക്ഷെ എനിക്കിന്ന് ഫാസ്റ്റിംഗ് ആണ്. അതെ ഹാപ്പി, എന്താ നിന്റെ ഐഡിയ? അതെ കൂട്ടുകാരാ, ഫാമിലി ട്രീക്ക് ഫോട്ടോയല്ലേ വേണ്ടത്. ആ ചുമരി തൂക്കിയിട്ടിരിക്കുന്ന പെയിന്റിങ്സ് കൊണ്ടുപോയിക്കോളൂ. എന്റെ ദൈവമേ, ഇത് ഫാമിലി ട്രീ പ്രസന്റേഷൻ ആണ്, അല്ലാണ്ട് പെയിന്റിംഗ് എക്സിബിഷൻ അല്ല. അത് ശരി. ഡോണ്ട് വറി. ഹാപ്പിയാണ് നിന്റെ അച്ഛനും ഹാപ്പിയാണ് നിന്റെ മമ്മിയും. നീ ഈ ക്യാമറ പിടിച്ച് ചുമ്മാ ഫോട്ടോ എടുത്താൽ മതി. ഇതാ വരുന്നു ഹാപ്പി ദ മമ്മി. എന്താ, ഞാൻ ശരിക്കും ആന്റി സുരിയെ പോലെ തന്നെ ഇല്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? ഇവനെ കണ്ട ക്ലാസ്സിലെ കുട്ടികൾ മാത്രല്ല, തീരു സാർ വരെ പേടിച്ചു പോകും. നിന്നെ ഹാപ്പി അങ്ങനെ ഫോട്ടോസ് കൊണ്ട് നിന്റെ പ്രസന്റേഷൻ ഉണ്ടാക്കൂ. എന്റെ ഹാപ്പി, മനുഷ്യന്റെ ഫോട്ടോയാ വേണ്ടത്, അസ്ഥികൂടത്തിന്റെ
അല്ല. ഇതെന്ത് നാടകമാണ് ഇവിടെ നടക്കുന്നത്? ഈ എല്ലാം കൂടി കേണൽ സൂര്യ കളിയാക്കുകയാണോ? അത് പിന്നെ അസൈൻമെന്റിന് വേണ്ടിയാണ്. നിനക്ക് ഈ അസൈൻമെന്റ് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഞാൻ തന്നെ നിനക്ക് ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യാം, മീശ വിരിച്ചിട്ട്. എന്നാ നമുക്ക് എടുക്കാം ഒരു group selfie. Ready? ഇതാ നിന്റെ പ്രോജക്ട് പിനാക്കി. താങ്ക് യു ഹാപ്പി. സൈലന്റ് ആയിട്ടിരിക്കൂ. വരൂ, തുടങ്ങിക്കൊള്ളൂ. എന്റെ പപ്പയും മമ്മയും ലോകത്തിലെ ബെസ്റ്റ് പേരൻസ് ആണ്. അതുകൊണ്ട് എന്റെ ഫാമിലി ലോകത്തിലെ ബെസ്റ്റ് ഫാമിലി ആണ്. അച്ഛനും അമ്മയും വളരെ ബിസിയാണ്, എങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങളുടെ കൂടെ കളിക്കും. എന്റെ അമ്മ വളരെ നല്ലതാണ്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും. പിന്നെ എന്റെ മമ്മി ബിസി ആണെങ്കിൽ എന്റെ അനിയൻ മൂത്രം ഒഴിച്ചാൽ ഞാൻ അത് വൃത്തിയാക്കേണ്ടി വരും. എന്നെ പോലെ ഒരു മകനെ ലഭിച്ചതിൽ എന്റെ അച്ഛനും അമ്മയും വളരെ സന്തുഷ്ടരാണ്. ഞാനാണ് വേൾഡിലെ ബെസ്റ്റ് സോൺ. ബെസ്റ്റ് സോൺ. എന്താ എല്ലാ കുട്ടികളും പറഞ്ഞു കഴിഞ്ഞോ? പിനാക്കി, നീ ഇതെന്ത് മുഹൂർത്തമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ വരൂ. അതാ വരുന്നു സാർ. അയ്യോ, ഇതെന്താണ് ഈ കാണുന്നത്? നിന്റെ മാത്രം ഫോട്ടോ എടുത്തിട്ട് വന്നിരിക്കുകയാണോ? എന്താ, നീ ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലോ? ഓ, നീ എന്തൊരു മണ്ടനാണ് ഭൂതങ്ങളുടെ ഫോട്ടോ എടുക്കാൻ. ഭൂതങ്ങൾ ഫോട്ടോയിൽ വരില്ലല്ലോ. ഇറ്റ്സ് ഫാമിലി ടൈം. ഇപ്പൊ എല്ലാരും വിളിച്ചോണ്ട് വരാം. നീ സത്യം പറയടാ, നീ ഹോംവർക്ക് ചെയ്തില്ലേ? അതോ നിന്റെ ഹോംവർക്ക് ഏതെങ്കിലും പാർട്ടി കടിച്ചിട്ട് പോയോ? സർ, ഞാൻ ഹോംവർക്ക്. സോറി സർ. ആ, നിക്ക്. ദേ നോക്ക്, വന്നല്ലോ. അത് ശരി, പ്രൊജക്ടറിന്റെ കംപ്ലൈന്റ് ആയിരുന്നല്ലേ? ഇതാണ് എന്റെ പ്രസന്റേഷൻ സർ. തുടക്കത്തിലെ കുറച്ച് ലൈൻസ് ബ്ലാങ്ക് ആയിരുന്നു, അതുകൊണ്ടാ. ഫ്രണ്ട്സ്, എന്റെ ഫാമിലി മനുഷ്യരുടെ അല്ല, ഭൂതങ്ങളുടെ ഫാമിലിയാണ്. ഏറ്റവും ആദ്യം എന്റെ അങ്കിൾ കേണൽ സൂരി. അങ്കിളിന്റെ മീശ വളരെ വലുതാണ്. ആ മീശ പൂമ്പാറ്റയെ പോലെ പറക്കും. ഇതാണ് മിസ്സിസ് സൂരി. ഭക്ഷണം ഉണ്ടാക്കലാണ് ആന്റിയുടെ ഹോബി. പക്ഷേ ആ ഭക്ഷണം എങ്ങാനും കഴിച്ചാൽ കഴിക്കുന്നവർക്ക് ഷോക്ക് അടിക്കും. അവർക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ട് കുറച്ചു ദിവസം ഞങ്ങളുടെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാറേ ഇല്ല. പിന്നെ ഇതാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഹാപ്പി, എന്റെ മൂത്ത സഹോദരൻ. പറയാൻ മൂത്തതാണെങ്കിലും പ്രവൃത്തി കൊണ്ട് എന്റെ അനുജനാണ്. സ്വയം ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു സിംഹമാണെന്നാണ്, പക്ഷെ നിമിഷ നേരം കൊണ്ട് എല്ലുകൾ ഒരു കൂമ്പാരമായി മാറും. പിന്നെ ഞങ്ങൾക്കൊരു ഡോഗിയും ഉണ്ട്. കാണുമ്പോൾ ഇവനൊരു ഡോഗിയാണ്, 4 കാലുമുണ്ട്. പക്ഷെ ഇവൻ കാണുന്നത് പോലെയല്ല, അതിബുദ്ധിശാലിയാ.
നോക്കി മനോഹരമായിട്ടുണ്ട്. ഇതാണ് എന്റെ പൊട്ടിപ്പൊളിഞ്ഞ ക്രേസി ഫാമിലി. ഞങ്ങൾ ഒട്ടും പെർഫെക്റ്റ് അല്ല. ഞങ്ങൾ വഴക്കുണ്ടാക്കും, തല്ലുണ്ടാക്കും. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും. പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സബാഷ്, ഇത് വളരെ നന്നായി. അടിപൊളി. പിനാക്കി, നീ എല്ലാവരെക്കാളും മനോഹരമായി ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് നീ വളരെ നന്നായി ചെയ്തിരിക്കുന്നു. ഫുൾ മാർക്സ്. സർ, താങ്കൾ ഇതുപോലെയുള്ള അസൈൻമെന്റ്സ് തരുവാണെങ്കിൽ എനിക്ക് എപ്പോഴും ഫുൾ മാർക്സ് തന്നെയായിരിക്കും.